അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാണ്ട്. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഞങ്ങൾക്കറിയാം എൻ്റെ സൗണ്ട് ബോക്സ് പോയേക്കുവാണ് എന്നുള്ളത്. എന്താണെന്ന് അറിയില്ല, ജലദോഷമോ ചുമയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. ഈ സൗണ്ട് ഞാൻ എൻ്റെ വീട്ടിലുമായിരുന്നു. പിന്നെ ഈ സൗണ്ടിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണമാണ് വീഡിയോസും ഒന്നും സെറ്റ് ആവാണ്ടിരുന്നതും ഒക്കെ കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. രാവിലെ എണീച്ച് നമ്മൾ സ്ഥിരം പരിപാടി ചായ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചായയൊക്കെ വെച്ച ശേഷം ഞാൻ ഇന്ന് സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വേഗം വേഗം റെഡിയാക്കണം കേട്ടോ. അങ്ങനെ ചായ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15ാമത്തെ ദിവസമാണ് ഇന്നൊക്കെ കേട്ടോ. ഞാൻ മെയ് 4 തുടങ്ങിയതാണ്. ബ്രേക്ക് ആക്കിയിട്ടില്ല, ആ ഒരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 60 ദിവസത്തെ പ്ലാനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ചായ എല്ലാം കൊടുത്ത ശേഷം ഞാൻ വേഗം എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കൊട്ടി എടുക്കുന്നുണ്ട്. ഞാൻ ഇനി പെരുന്നാൾ ടൈമിലൊക്കെ വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുവരെ കാണണ്ട, കാരണം നിങ്ങൾക്ക് ചേഞ്ച് ഫീൽ ചെയ്യണ്ടേ. പിന്നെ ഇതിൽ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് കുറച്ചുണ്ട് കേട്ടോ, വീട്ടിലൊക്കെ പോയപ്പോൾ എടുത്ത കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ആ ഒരു പെരുന്നാൾ ടൈമിൽ എന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഓക്കെ. പിന്നെ ഇതാ വേഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓട്സ് ഉണ്ടാക്കണം. പിന്നെ കുട്ടികൾക്ക് ഇന്നലെ മേടിച്ച പൊറോട്ട കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ പോയിട്ട് 2 ആഴ്ചയിലേ വെറും 2 വ്ളോഗ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാ. അങ്ങനെ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി പാൽ വെച്ചു, പഞ്ചസാര ഇട്ടു, നമ്മുടെ ഓട്സൊക്കെ ഇട്ടു. അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും മാത്രമാണ് ഓട്സ് ഉണ്ടാക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ബദാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കുറുകി വരും. പിന്നെ കട്ട് ചെയ്ത ബദാം ഇതുപോലെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ബോയിൽഡ് എഗ്ഗും ഓറഞ്ചും തന്നെ, ഇന്ന് ബോയിൽഡ് എഗ്ഗല്ല, ഇന്ന് ആപ്പിളും ഓറഞ്ചുമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ആക്ച്വലി ആപ്പിൾ എൻ്റെ ഡയറ്റിലില്ല. ഇന്ന് എഗ്ഗ് ബോയിൽ ചെയ്യാൻ എന്തോ അറിയില്ല, ചെറിയൊരു മടി വന്നു. അത് കാരണം ഞാൻ ഒരു ഓറഞ്ചും ഒരു ആപ്പിളും എടുത്തു, കുറച്ച് നട്ട്സും എടുത്തു കേട്ടോ. ആക്ച്വലി രാവിലെ ഞാൻ കഴിക്കേണ്ടത് ഈ ഒരു ഓറഞ്ചും ഒരു 3 എഗ്ഗുമാണ്. പിന്നെ വേഗം കുട്ടികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 2 ഉള്ളിയും 1 തക്കാളിയും മാത്രമേ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ സംസാരിക്കാണ്ട് മറ്റേ മ്യൂസിക് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എല്ലാവരും. എനിക്കും ഇങ്ങനെ വീഡിയോ കാണാൻ ഒരു സുഖമില്ല, എന്തോ പോലെ സംസാരിച്ച വീഡിയോ ഉടനെ ഒരു സുഖമില്ല കേൾക്കാൻ എന്ന് പറഞ്ഞു, കാണാനും എന്ന് പറഞ്ഞു. അത് എനിക്ക് അന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാരണമാണ് കേട്ടോ. എന്ത് പറ്റി ജീനി, സുഖമില്ലേ? ഇല്ല, സുഖമില്ലായിരുന്നു കേട്ടോ. ഹായ് ജീനിത്താൻ്റെ സംസാരം കേൾക്കാനാണ് രസം, പക്ഷേ എൻ്റെ തൊണ്ട അപ്പോൾ ശരിക്കും പോയേക്കുവാണ്. തിരിച്ചു വരും, എവിടെ പോകാനാ. എന്ത് പറ്റി, സുഖമില്ലേ? കുക്കിംഗ് എല്ലാം അടിപൊളി, താങ്ക് യു. എന്ത് പറ്റി അങ്ങനെ ചോദിക്കുന്ന കുറേ പേരാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞാനിതുപോലെ നമ്മുടെ പൊറോട്ടനെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാക്കി നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിയ ശേഷം ഉള്ളിയും തക്കാളിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും ചിക്കൻ മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 3 എഗ്ഗും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ കുത്തി ഉടച്ചൊരു സ്ക്രാമ്പിൾ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൊത്തി വെച്ച് നമ്മുടെ പൊറോട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആവി കയറി ഒന്ന് സോഫ്റ്റ് ആവട്ടെ കേട്ടോ അതുവരെ. പിന്നെ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് കൊത്തു പൊറോട്ട പോലെ അത് വേറെ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു മസാല പൊറോട്ട എന്നൊക്കെ ഇടാം, ന്യൂഡിൽസ് പൊറോട്ട എന്ന് വേണമെങ്കിലും ഇട്ടോ. പിന്നെ അപ്പുറത്ത് ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഉമ്മാക്കും ഉപ്പാക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് അവിടെ ആയി എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചായ വെക്കുമ്പോൾ ഞാൻ 1 ഗ്ലാസ് ചായ കുടിക്കും. വിത്തൗട്ടാണ് എനിക്ക് കുടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ചായയിൽ പൊതുവേ മധുരം ഇല്ലാത്തതുകൊണ്ട്
ഞാൻ ഈ ചായ തന്നെയാണ് കുടിക്കാറുള്ളത്. ശേഷം നമ്മൾ പരിപ്പ് ചാറ് വയ്ക്കാനുള്ള പരിപ്പൊന്ന് നന്നായി വൃത്തിയാക്കി കഴുകിയ ശേഷം അതിലോട്ട് വലിയ ഉള്ളിയും തക്കാളി 2 പച്ചമുളക് 3-4 വെളുത്തുള്ളി ഇച്ചിരി വെളിച്ചെണ്ണ പിന്നെ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുമ്പളങ്ങ, അതുപോലെ മുരിങ്ങക്കായ, വഴുതനങ്ങ, വലിയുള്ളി, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. പിന്നെ ഉരുളക്കിഴങ്ങ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇവിടെ പൊതുവേ ഉരുളക്കിഴങ്ങ് ഇടുകയാണെങ്കിൽ രാവിലെ നേരത്തെ വെക്കൂലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തീരും. ഉച്ചയ്ക്ക് ചോറിനൊന്നും ആ ഉരുളക്കിഴങ്ങ് എടുക്കില്ല കേട്ടോ. ദോശ കഴിക്കുകയാണെങ്കിൽ എടുക്കും. അങ്ങനെയാണ് പൊതുവേ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുക്കർ ഇതാ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. ഞാനിവിടെ കറണ്ട് അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കറും ഞാൻ കറണ്ട് അടുപ്പിലാണ് വെച്ചത്. പക്ഷേ ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ പണി കിട്ടി. കഷ്ണത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം മഞ്ഞൾ, മുളക്, മല്ലി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഉപ്പേരിക്ക് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ക്യാരറ്റും ബീൻസും ഒക്കെ ഉള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. വലിയുള്ളി, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് ഇതെല്ലാം കുഞ്ഞിതാക്കി മുറിച്ചിട്ടാണ് ഞാനിന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ വാഴപ്പിണ്ടി ഉണ്ടായിരുന്നു, ഉണ്ണിത്തണ്ട് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓരോ നാട്ടിലും ഓരോ ടൈപ്പല്ലേ. അപ്പോൾ ഞാൻ വേഗം ഇവിടെ പരിപ്പിച്ചാറിൻ്റെ കഷ്ണം വെന്തപ്പോൾ പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരിക്കുള്ള ഐറ്റംസൊക്കെ വേവിക്കാൻ വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് മൂടി വെച്ചു. പിന്നെ നമ്മുടെ കറിക്കുള്ള തേങ്ങ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു. കടുകും ചെറിയ ജീരകവും ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളി ഇട്ടിട്ട് താളിച്ചിട്ട് അതിൽ കൊഴിച്ചു. ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതും സെറ്റാക്കി അവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കടുക് ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് ചുവന്നമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ വാഴപ്പിണ്ടിയും പിന്നെ കടലപ്പരിപ്പ് കുതിർത്തിയ ശേഷമാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ വേഗം വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ വന്ന ശേഷം തേങ്ങ ചതച്ചതും കൂടെ ചേർത്തി, ചെറിയ ജീരകം ഇട്ട് ചതച്ചാൽ മതി, ചേർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി. പിന്നെ ലഞ്ചെല്ലാം റെഡി ആയിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് സ്കൂളിലോട്ട് പോണത്. ഫീസ് അടയ്ക്കാനുണ്ട്, പിന്നെ ബുക്സും യൂണിഫോമും ഒക്കെ മേടിക്കാനുണ്ട്. അയ്യോ, ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നാളെ തന്നെ കൊടുക്കണം. ഞങ്ങൾക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനും അയാൻകുട്ടിയും കൂടിയാണ് പോകുന്നത്. റിഹാൻക്ക് പിന്നെ ഇല്ലല്ലോ, അവന് ഇനി റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം. ശരിക്കും നല്ല പേടിയുണ്ട്. പോണ വഴിയിൽ ഫുൾ ആടുകളാണ് കേട്ടോ. എല്ലായിടത്തും നോക്കിയപ്പോഴും ആടുകൾ. എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ശരിക്കും സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ തീർന്ന് കിട്ടിയിട്ടോ. ശരിക്കും ഞാൻ ഓട്ടോയിലേക്കൊക്കെ കയറുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആടിനൊക്കെ പോകാൻ അനുവദിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. സ്കൂളിലെത്തിയപ്പം അവിടെ ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. ശരിക്കും നമ്മൾ ആടുജീവിതം കണ്ട പോലത്തെ ഫീൽ കേട്ടോ. ഒരു ഭാഗത്ത് ഇതിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പുറത്തൂടി ഇപ്പുറത്തൂടി ആടുകൾ പോകണു. പിന്നെ ആടുകൾ പോണതിൻ്റെ കൂടെ തന്നെ കാവൽ നായകളും പോകുന്നുണ്ട്. ഫീസ് അടച്ച് ബാക്കി പൈസ കൊണ്ട് ഞാൻ ബുക്ക് മേടിക്കാൻ പോയി, അതുപോലെ യൂണിഫോം മേടിച്ച് തിരിച്ചു വരുമ്പോൾ ഓട്ടോ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയതാണ്. നോക്കുമ്പോൾ ഓട്ടോ ഇല്ല കേട്ടോ. പിന്നെ ഞാനും അവനും ബസ് കയറി തിരിച്ചു വന്ന് ഇങ്ങനെ നടന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇപ്പോൾ ബസ് ഇറങ്ങാൻ പറ്റുക. അതിനുശേഷം വന്ന് എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. 2 വക ഉപ്പേരി, കറിയത്തെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടാക്കി അച്ചാറായതുകൊണ്ട് ഇച്ചിരി എടുത്തു. പിന്നെ ഒരു ബൗൾ തൈര് നിറച്ചെടുത്തു. തൈര് ഞാൻ ഇപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരുടെയും ലഞ്ചും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ ലഞ്ചും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ലഞ്ചെല്ലാം കഴിച്ചിട്ട് കുറേ സമയം പോയി റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വരുമ്പോണ്ട് അയൻകുട്ടി ഇതാ വീണ്ടും ഈ ഒരു കാർസിൻ്റെ വീഡിയോ കാണണം കേട്ടോ, സിനിമ. പണ്ട് ഞാനിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ഐസ് ഏജ് ഇല്ലേ, അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇരുന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം അത് കാണണം ടി വിയിൽ. ഇന്നിപ്പോൾ വാഴ കുറച്ചിട്ടു, പക്ഷെ ഫുള്ളാക്കിയില്ല കേട്ടോ, കുറച്ച് കണ്ടു.
അങ്ങനെ ഒരു ചിക്കൻ റെസിപ്പിയും കൂടി കാണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്ത മിനി വ്ളോഗുകളൊക്കെ ചേർത്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും കാണണം. എനിക്ക് ശരിക്കും ഒരു ശ്വാസ തടസ്സം പോലെ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ സംതിങ് എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ച പോലെ ഫീൽ ചെയ്യുക കേട്ടോ. അതെന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ കുറച്ച് പെരുന്നാൾ വരില്ലേ, പൊടിയൊക്കെ തട്ടിക്കൊട്ടാനുണ്ടാകും. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ചേച്ചിമാർ വിളിക്കുന്നുണ്ട്, എന്നാലും നമുക്കും ഉണ്ടാകും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ തന്നെ. അങ്ങനെ എന്നത്തെയോ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ കാണിച്ചത്. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് അതിൽ കണ്ടിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാനിതിൽ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇപ്രാവശ്യം വർത്താനം പറയാത്ത വീഡിയോ വേണ്ട, നിൻ്റെ സംസാരം കേൾക്കാനും കാണുന്നത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഞങ്ങൾ താഴെ ഒരു പുഴ ഉണ്ട്, അവിടെ പോയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടോ. ഞാനും കുട്ടികളും സിസ്റ്ററും എല്ലാവരും കൂടെ അങ്ങനെ പോയി എവിടെ എത്തിയെന്നറിയോ? അവിടെ എത്താനായിട്ടോ. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു. അവൾക്കാണെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും പഠിക്കട്ടെ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ നോക്കാം. നടന്ന് എവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ പോയി ഒരാൾക്കാണെങ്കിൽ നടക്കാൻ വയ്യ, ഡക്കിന്. അവരിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഓട്ടോ പിടിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ പോണ വഴിയിൽ ഓരോ സംഭവങ്ങളൊക്കെ പറിച്ച് തലയിലൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ അവളുടെ തലയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെന്താ പരിപാടി? ഇനി അവിടെ എത്തട്ടെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കണത്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ എനിക്ക് ഇങ്ങനത്തെ അസുഖം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്നുള്ളത്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. അവിടെ 4 വരെയാണ് തോന്നുന്നു കേട്ടോ. പിന്നെ കാട്ടിൽ റോഡിൻ്റെ സൈഡിൽ കണ്ട് ഈ ഒരു സംഭവമൊക്കെ വലിച്ചെടുത്തു കേട്ടോ. പിന്നെ നടന്ന് കുറേ ചെടികളൊക്കെ കണ്ടു, അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. പൂക്കളൊന്നും വലിച്ചില്ല. പൂക്കളൊക്കെ അതിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള ഭംഗി വേറെ ഒന്നിനുമില്ല. ഈ പ്ലാവ് കണ്ടിട്ട് ഞാൻ കണ്ണ് വെച്ചിട്ടുണ്ട്. അത്രയും ചക്കയുണ്ട് ആ പ്ലാവിൽ, കണ്ടില്ലേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ ഇതാണ് നമ്മൾ പോകേണ്ട സ്പോട്ട്. അവിടെ പോയത് അവൾ ഊഞ്ഞാലാടാൻ തുടങ്ങി. ഊഞ്ഞാലാടിയപ്പോൾ എനിക്ക് ഊഞ്ഞാലാടാൻ തോന്നി. പിന്നെ പിള്ളേർ ജസ്റ്റ് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. പിന്നെ കയറുന്നില്ല. പിന്നെ കാലായി കൈയായി, അവസാനം കുളിയേ അവിടെ നടത്തി. അതിനൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു കേട്ടോ. 2 പേരും. റോനിക്കുട്ടി മാത്രം ഇറങ്ങിയില്ല, താത്താൻ്റെ മോന്. അവനക്ക് പിന്നെ ഇങ്ങനത്തെ സ്പോട്ടുകളൊന്നും ഇഷ്ടമല്ല ഇറങ്ങുന്നത്. കുറച്ച് വൃത്തി കൂടുതലുള്ള ആളാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ന്യൂസ്റ്റൊക്കെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പണ്ട് ഊഞ്ഞാലാടിയതും സ്പീഡിലാടിയതും ഊഞ്ഞാലും വന്ന് വീണതും അങ്ങനത്തെ. ഇതൊരു വെള്ളാരങ്കല്ല് കണ്ടവർ നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ചായ എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം കണ്ടു. അതിന് ഒരു കടി കേട്ടോ ഞാൻ കടിച്ചത്. പിന്നെ ചായ എല്ലാം കുടിച്ച് അവിടെ ആ ആംബിയൻസിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് എനിക്ക് പിന്നെ ചായ വേണ്ട, സർബത്ത് മതി പറഞ്ഞിട്ട് ഞാനത് മേടിച്ചു കൊടുത്തു. ഞാനല്ല, സിസ്റ്ററാണ് മേടിച്ചു കൊടുത്തത്. ഞാൻ എന്ന് പറയണ്ടല്ലേ. ബില്ല് മൊത്തം അവൾ കൊടുത്തിട്ട് ക്രെഡിറ്റ് മൊത്തം ഞാൻ എടുക്കണമെന്ന്. പിന്നെ ചിക്കൻ പക്കോടയൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. വെള്ളത്തിൽ കളിച്ചവർക്ക് മാത്രം ഇതൊന്നും കിട്ടിയില്ല കേട്ടോ. വിളിച്ചിട്ട് കയറണില്ല. സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കയറ്റി ഓട്ടോയിൽ. അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നു. അയാളോട് ചോദിച്ചു, ഞങ്ങൾ എന്ന് കൊണ്ടുപോയി മേലേക്കാക്കുമെന്ന്, പിഴിഞ്ഞെടുക്കണം നോക്ക് വെള്ളം. അപ്പോൾ കയറിക്കോന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ നനഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അപ്പോൾ 2 ട്രിപ്പ് അടിച്ചു. ചെറിയ ഓട്ടോ ആയത് കാരണം നമ്മൾ 2 ട്രിപ്പ് അടിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ട് കഹാനിയിലോട്ട് പോയത് കേട്ടോ. ഇനി പോകില്ല എന്ന് തീരുമാനിച്ചൊരു ദിവസം പിള്ളേരെയും കൂട്ടിയിട്ട് അവിടെ പോയ ഉടനെയൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ, അങ്ങോട്ട് ഓടൽ, ഡ്രസ്സിൻ്റെ ഇടയിൽ കൂടെ ഓടൽ, ഇതാക്കൽ. അപ്പോൾ എന്തായാലും പെരുന്നാളിന് നമ്മൾ കുറച്ച് കളക്ഷൻസൊക്കെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ അടുത്താണെങ്കിൽ വരിക, നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തിട്ട് പോവുക. പർച്ചേസിനും പോയിട്ടുണ്ട് നമ്മൾ. കുറച്ച് ഓർഡർ കൊടുത്തത് വന്നിട്ടില്ല, കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ.
പിന്നെ താഴെ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക്. അവർ അതൊക്കെ കഴിച്ചു. ഉച്ചയാകുമ്പോൾ ഞാൻ ലഞ്ചും കൊടുത്തിട്ട് പിള്ളേരെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ, ഇനി ലീവൊക്കെ കഴിയാനായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ലഞ്ച് കഴിക്കാൻ നമ്മൾ ലസീസിൽക്കാണ് കേട്ടോ പോയത്. ലാസിസ് അല്ല ലസീസ്. ലസീസ് മീൻസ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തൈര് എന്നാണോ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവിടെ ഓടിപ്പടഞ്ഞ് പോയി. നമ്മൾ ഓർഡർ ചെയ്തത് മധുഹൂത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോനിക്ക് ബീഫ് ബിരിയാണി മതി പറഞ്ഞു, ആമിക്ക് ചിക്കൻ ബിരിയാണി മതി പറഞ്ഞു. ഞാൻ ചിക്കൻ്റെ അൽഫാം എടുത്തു. ഇവൾ പിന്നെ റൈസൊന്നും വേണ്ട, എനിക്ക് സ്ട്രോബെറി ഷേക്ക് മതി എന്ന് പറഞ്ഞു. അവിടെ പിന്നെ കുടിക്കാനും കഴിക്കാനൊക്കെ ഈസിയുള്ള സംഭവങ്ങളേ ഉള്ളൂ കേട്ടോ ചെയ്യുക. അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്ന് കഹാനിയിലോട്ട് കയറി. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ സൗണ്ടൊക്കെ പഴയ പോലെ ആയി വരാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ ഒന്ന് ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പം ശരിക്കും